ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നമ്മൾ പ്രത്യേകത ശ്രദ്ധിക്കണം. നമുക്ക് ദൈവാത്മാവിന്റെ ആലോചന കേൾക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ആത്മാവ് നമുക്ക് ആലോചന തരുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? ദൈവാത്മാവ് നൽകുന്ന ആലോചന അനുസരിച്ച് നാം ജീവിക്കണം. തിരുവെഴുത്ത് പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പൊ നാം ദൈവത്തിന്റെ മക്കളാണ് എന്നതിന്റെ തെളിവെന്താണ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ആലോചന കേട്ട് നാം മുന്നോട്ട് പോകുന്നു, നാം അതിനുവേണ്ടി ഉത്സാഹിക്കുന്നു. നമുക്കതനുസരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം അതനുസരിക്കാൻ കഴിവ് തരുന്ന ദൈവത്തെ നാം ആശ്രയിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അധിക പങ്കാളികളും മാതാപിതാക്കളാണ്. നമുക്ക് ദൈവം തലമുറകളെ തന്നിട്ടുണ്ട്. മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണ്? നാം മക്കളോട് പറയുന്ന കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യണം? അനുസരിക്കണമെന്നാണ്. മക്കളത് അനുസരിക്കുമ്പോഴാണ് മാതാപിതാക്കൾക്ക് അത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്നത്. ഇനി നാം ഓർക്കുക, ഞാൻ പറയുന്ന ഞാൻ മാനുഷികമായിട്ട് ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ തിമോത്തി സഹോദരൻ ഒരു പിതാവാണ്. തിമോത്തി സഹോദരൻ പറയുന്ന കാര്യം അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ നിതിനും പിന്നെ ടീനയുമാണ്, അല്ലേ? ലിനിലിന് അത്ര ഉത്തരവാദിത്വം ഇല്ല. ഒരു കൂട്ടായ്മ എന്ന നിലയിൽ വേണമെങ്കിൽ ഋഷിക്ക് അതൊക്കെ കേൾക്കാം. പക്ഷേ ഒരു പിതാവെന്ന നിലയിൽ പറയുന്ന കാര്യം അനുസരിക്കാൻ ഉത്തരവാദിത്വം ആർക്കാ ഉള്ളത്? മക്കൾക്കാണുള്ളത്, അല്ലേ? മക്കൾക്കാണ്. ഇപ്പൊ പ്രിയമുള്ളവരെ, അത് മക്കൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ വെളിപ്പെടുന്നത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെയാണ് പിതാവ് പറയുന്ന കാര്യം മക്കൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ അനുസരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കിടക്കുന്നുവെന്നാണ്. ധൂർത്തുപുത്രനെ പോലെ അവകാശം വാങ്ങി വീട് വിട്ടുപോയ മകനെ പോലെ ആയിത്തീരുന്നു. അപ്പൻ്റെ അവകാശം വേണം, പക്ഷേ അപ്പൻ പറയുന്നതൊന്നും കേൾക്കാൻ മനസ്സില്ല. അങ്ങനെ ആകരുത് പ്രിയമുള്ളവരെ. സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം. അനുഗ്രഹം നാം പ്രാപിക്കുമ്പോൾ പിതാവ് പറയുന്നത് അനുസരിക്കാനും നമുക്ക് കടപ്പാടുണ്ട്. അപ്പോൾ ഈ വചനം നമ്മുടെ മനസ്സിൽ നിൽക്കണം. എന്താണ്? ദൈവാത്മാവ് നടത്തുന്ന ഏവരും ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇതിനോട് സമാനമായ മറ്റൊരു തിരുവെഴുത്ത് കൂടെ കാണാൻ പറ്റുന്നു. 1 കൊരിന്ത്യർ 2:14. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. അതിന്റെ 13-ാമത്തെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 2:12 മുതൽ. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. 2 വാക്കുകളെ ശ്രദ്ധിക്കണേ. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിനെ നാം പ്രാപിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? ദൈവം നമുക്ക് നൽകിയത് എന്താണെന്ന് അറിയണം, അല്ലേ? ദൈവം നമുക്ക് വേണ്ടി കരുതിയത് എന്താണെന്ന് അറിയണം. അതിൻ്റെ തൊട്ടുമുകളിൽ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ 10-ാം വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു വിടുകയല്ല. നമുക്കോ ദൈവമക്കളായി തീർന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് അതെന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി തരുന്നു. അപ്പൊ നമുക്ക് ലഭിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയിലാണ് നമ്മുടെ ജീവിതം. അത് ലോകത്തിൽ നിന്നുള്ള കാര്യമല്ല. ഇവിടെ 12-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ ലോകത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ ലോകത്തിലുള്ള കാര്യങ്ങൾ അറിയാം.
ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ലോകത്തിന്റെ ആത്മാവാണ് നയിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. പക്ഷെ നമുക്ക് വേണ്ടിയത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ ആരെയാണ്? ദൈവത്തിന്റെ ആത്മാവിനെയാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മിൽ വസിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൽ നിന്നുള്ളത്, ദൈവം നമുക്ക് നൽകിയത് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നു. അവിടെ 12-ാമത്തെ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിക്കേ. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ. ഇപ്പൊ കർത്താവ് പറഞ്ഞ വാക്കെന്താ? കുറിവാക്യം വായിച്ചത് എന്തായിരുന്നു? സത്യത്തിന്റെ ആത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും എന്ത് ചെയ്യും? ഉപദേശിച്ചു തരും. ഇവിടെ വായിച്ച വാക്ക് കണ്ടോ? 12-ാം വാക്യം, മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അപ്പൊ ഇവിടെ മനുഷ്യരെ രണ്ട് വിഭാഗത്തിൽപ്പെടുത്തുകയാണ്. എന്താണ്? ഒരു കൂട്ടം ആളുകൾ ആത്മീകരായിരിക്കുന്ന ആളുകൾ, ആത്മീകരായവർക്ക് ആത്മീകമായത് തെളിയിച്ചു കൊടുക്കുന്നു. അങ്ങനെ തെളിയിക്കുമ്പോൾ 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല? കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, അത് അവന് ഭോഷത്വമാകുന്നു. പിന്നെ ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. അപ്പോ ദൈവസഭയിലായിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് വന്ന എല്ലാ ദൈവമക്കളും ഒരുപോലെ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എല്ലാവരും ആരായിത്തീരണം? ആത്മീകരായിട്ട് തീരണം, അല്ലേ? ആത്മീകരായി തീർന്നാൽ മാത്രമേ ഇത് ആത്മീകമായത് ആത്മീകന്മാർക്കാണ് തെളിയിച്ചു കൊടുക്കുന്നത്. അപ്പൊ ദൈവാത്മാവിന്റെ ആലോചന നമുക്കത് മനസ്സിലാകണമെങ്കിൽ അത് ആത്മീകന്മാർക്കേ മനസ്സിലാകുകയുള്ളൂ. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകളുണ്ട്, അത് ആരാണ്? അത് പ്രാകൃത മനുഷ്യനാണ്, സ്വാഭാവിക മനുഷ്യനാണ്. പക്ഷെ സ്വാഭാവിക മനുഷ്യന് ദൈവാത്മാവിന്റെ ആലോചന ഒന്നും ഗ്രഹിക്കാനായിട്ട് കഴിയില്ല. അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് എപ്പോഴും ലോകത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ്. ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതും ലോകത്തിന്റെ ഉയർച്ചയും ലോകത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് സന്തോഷം ലഭിക്കുന്നത്. ഒരാത്മീകനെ സംബന്ധിച്ച് എപ്പോഴും ആരായിരിക്കും? ആത്മീയ കാര്യങ്ങളിലാണ് സന്തോഷിക്കുന്നത്. എന്നിട്ട് താഴോട്ട് പറയുകയാണ് 15-ാം വാക്യം, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. പിന്നെ 16-ാം വാക്യം, കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. അപ്പോ നമ്മൾ എല്ലാവരും സഭയോട് പറയുന്നത് നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവര് ആകുന്നു. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ആത്മീയമായത് ഗ്രഹിച്ച് നമുക്ക് ആത്മീയമായി വളരാൻ കഴിയണം. ദൈവസഭയുടെ കൂട്ടായ്മ എന്തിനു വേണ്ടിയാണ്? അത് ആത്മീകമായി വളരാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കർത്താവേ, ആത്മീയമായത് ഗ്രഹിച്ച് ആത്മീയമായി വളരാൻ ഞങ്ങളെ സഹായിക്കണം. ഒരാളെ മാത്രമല്ല, സഭയിലുള്ള എല്ലാവർക്കും ആത്മീയമായി വളരാൻ കഴിയണം. ഈ ആത്മീയമായി വളരാൻ പറ്റാതെ വരുമ്പോൾ ഈ ഉപദേശങ്ങളൊന്നും ഈ വളരാൻ പറ്റാത്തവർക്ക് എന്തല്ല, അത് അവർക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ്. അപ്പോൾ സംഭവിക്കുന്നത് ശുശ്രൂഷകന്മാരും വലിയ കുഴച്ചിലാകും. കാരണം ഒരു സഭയ്ക്കകത്ത് കൂടുതൽ പേരും ആത്മീയമായി വളരാത്തവരാണെങ്കിൽ അവരെപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഏത് കാര്യമായിരിക്കും? ലോകത്തിൻ്റെ കാര്യമായിരിക്കും. അപ്പോൾ ജനത്തിന് താല്പര്യമുള്ളത് പറയാനായിട്ട് പ്രലോഭിപ്പിക്കപ്പെടും. അപ്പൊ അങ്ങനെ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? വർഷങ്ങൾ എത്രയായാലും സഭയിലുള്ളവർ എന്നും ആര് തന്നെയാണ്? ശിശുക്കളാണ്. അവർ ആത്മീക നിലവാരത്തിലേക്ക് വരാതിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇന്ന് ചിലത് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ലോകത്തിന്റെ കാര്യത്തിലേക്ക് മനസ്സ് കൊണ്ടുപോകരുത്. കർത്താവെ, എനിക്കിന്ന് എല്ലാം ഗ്രഹിക്കാൻ പറ്റിയില്ല, ചിലതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മയക്കം വന്നു, ഉറക്കം വന്നു, എന്നാലും നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ ഇത് ഗ്രഹിക്കാൻ. ദൈവാത്മാവാണല്ലോ ഉപദേശം തരുന്നത്, വചനത്തിലൂടെ ഈ പ്രബോധനമൊക്കെ തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ദൈവാത്മാവിന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കാൻ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആലോചന, ആത്മാവിന്റെ ആലോചന എന്ന വിഷയം വന്നപ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നു. കഴിഞ്ഞ കൂട്ടായ്മയിൽ
അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ സഭകളോട് ദൂത് പറയുമ്പോൾ നമ്മൾ അന്ന് എഫേസ്യ സഭയോടുള്ള ബന്ധത്തിലും സ്മുർന സഭയോടുള്ള ബന്ധത്തിലും കാര്യങ്ങൾ ചിന്തിച്ചു. പറഞ്ഞ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ ആ കള്ള അപ്പോസ്തലന്മാരെ നീ തിരിച്ചറിഞ്ഞത് ഞങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവർ, ഒരു ലിസ്റ്റ് നന്മയാണ് പറയുന്നത്. ഇത്രയും നന്മയുള്ള ആളുകളോട് പിന്നെ കുറ്റം പറയാൻ പറ്റുമോ? അത് പറയണമെങ്കിൽ, അത് കാണണമെങ്കിൽ ആർക്കേ കാണാൻ പറ്റുള്ളൂ? പരിശുദ്ധാത്മാവിനെ പറ്റുമോ? പരിശുദ്ധാത്മാവ് ഈ നന്മയെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, എങ്കിലൊരു കുറ്റമുണ്ട്. എന്താണെന്നറിയാമോ? ആദ്യ സ്നേഹം എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന, രക്ഷയിലേക്ക് വന്ന സമയത്തുണ്ടായിരുന്ന സ്നേഹം, കർത്താവിനോടുള്ള ആ ഭക്തി, കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ദൈവമക്കളെ ഓർക്കണേ, പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും ഒക്കെ നടക്കുമ്പോൾ തന്നെ ഈ കുറവ് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എത്ര പ്രസംഗിച്ചു എന്നല്ല. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന 1 മണിക്കൂർ പ്രസംഗിച്ചപ്പോൾ കർത്താവിന് ഭയങ്കര ഇഷ്ടമായെന്നാണ്. അതിനേക്കാൾ കർത്താവിന് ഇഷ്ടം ഞാനെന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിലാണ്. ഇപ്പോൾ എൻ്റെ പ്രസംഗത്തെക്കാൾ ഇഷ്ടം കർത്താവിന് ഏതാണ്? ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നതാണ്. നിങ്ങളുടെ പാട്ടിനേക്കാൾ കർത്താവിന് ഇഷ്ടം ഏതാണ്? നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നതിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സഭായോഗത്തിൽ വന്നു, കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിലല്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഇതുകൊണ്ട് കർത്താവിന് എന്താ പ്രസാദമുള്ളത്? അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടെ ഓർക്കണം, നമ്മുടെ ഉള്ളം കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനോടുള്ള ആദ്യ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയാകട്ടെ. എന്നിട്ട് ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ പിന്നെയും പ്രകാശനം നൽകിയതായ സ്മുർന സഭയോടുള്ള ബന്ധത്തിലെ ആ കാര്യം ഒന്നുകൂടെ പങ്കുവെക്കാനാണ്. അവിടെ വെളിപ്പാട് പുസ്തകം 2:11 വാക്യം നമുക്ക് വായിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത്, അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കണം. എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്? അതിൻ്റെ നമ്മൾ ആദ്യം മുതൽ വായിക്കുകയാണ്. 8-ാം വാക്യം മുതൽ. സ്മുർനയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു. അല്ലേ? അപ്പൊ അവിടെ കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ ഉപയോഗിച്ചൊരു കർത്താവ് തന്നെ കുറിച്ച് ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ്? മരിച്ചവനായിരുന്നു. എന്താണ്? അപ്പൊ ഞാൻ ഈ വാക്ക് ഇങ്ങനെ ചിന്തിച്ചു, എന്താ ഈ മരിച്ചവനായിരുന്നു എന്ന് പറയാൻ കാരണം? യേശു ക്രൂശിൽ മരിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? അന്ധകാര ശക്തികൾ ആർത്തു ഘോഷിക്കുകയായിരുന്നു. സത്യമല്ലേ? കാരണം യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോ പൈശാചിക ശക്തികൾ, അധികാര മണ്ഡലങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു? ആർത്ത് സന്തോഷിക്കുകയായിരുന്നു. യേശു തന്നെ അത് പരസ്യ ശുശ്രൂഷയെ പറഞ്ഞു. യോഹന്നാൻ 16:20 അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ കരഞ്ഞു വിലപിക്കും, പക്ഷെ ലോകം എന്ത് ചെയ്യുമായിരിക്കും? സന്തോഷിക്കുകയായിരിക്കും. അല്ലേ? കർത്താവിന്റെ ശിഷ്യന്മാർ കരഞ്ഞു വിലപിക്കുകയാണ്. കാരണം എന്താ? അവരോട് കൂടെ 3.5 വർഷം ജീവിച്ച യേശുവിനെ പടയാളികൾ പിച്ചി ചീന്തുകയാണ്. അല്ലേ? യേശുവിന്റെ ശിരസിൽ മുൾക്കിരീടം വെച്ച് അടിക്കുകയാണ്. ശരീരം ചാട്ടവാറുകൊണ്ട് അടിച്ച് കീറുകയാണ്. പ്രിയമുള്ളവരെ, വരുവാനുള്ള രക്ഷകൻ കർത്താവാണ് എന്ന് വിശ്വസിച്ച ജനം അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നത്, പ്രിയമുള്ളവരെ, റോമൻ പടയാളികൾ ചവിട്ടിക്കൂട്ടുന്ന, ചവിട്ടി മെതിക്കുന്ന യേശുവിനെയാണ്. അതിൽ ഒരുത്തൻ പറയുകയാണ്, നീ അനേകരെ രക്ഷിച്ചില്ലേ, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാം. പ്രിയമുള്ളവരെ, ലോകം യേശുവിന്റെ ക്രൂശു മരണത്തിൽ ആർത്ത് ഉല്ലസിക്കുകയാണ്. പക്ഷെ ഒരു കൂട്ടം, അല്ലേ, കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ ഉള്ളിൽ വേദനയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, പക്ഷെ ലോകം എന്ത് ചെയ്യുകയാണ്? ലോകം സന്തോഷിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് നിർത്തിയില്ല. യോഹന്നാന്റെ സുവിശേഷം 16:20 അടുത്ത വാക്ക് പറയുന്നത്, എന്നാൽ നിങ്ങൾ വാക്കൊന്ന് വായിക്കാമോ? കരഞ്ഞു വിലപിക്കും, ലോകം സന്തോഷിക്കും, എന്നാൽ നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന. ശരിയല്ലേ? വെള്ളിയാഴ്ച ദിവസം അവർക്ക് ദുഃഖമായിരുന്നു, ശനിയാഴ്ച അവർക്ക് ദുഃഖമായിരുന്നു. പക്ഷെ ഞായറാഴ്ച പ്രഭാതത്തിൽ കേൾക്കുന്നത് കല്ലറയെ പൊട്ടിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള സദ്വർത്തമാനമാണ്. അല്ലേ? അപ്പൊ പ്രിയമുള്ളവരെ, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ആ സന്തോഷം കർത്താവ് അവർക്ക് നൽകുകയാണ്. അപ്പൊ സ്മുർന സഭയോട് പറയുമ്പോ കർത്താവ് പരിചയപ്പെടുത്തിയ വാക്കെന്താണ്? ഞാൻ ആരായിരുന്നു?
അല്ലേ? മരിച്ചവനാണെന്ന് പറയാൻ കാരണം ഞാൻ മരിച്ചവനെന്ന് മരിച്ചപ്പോ ലോകം മുഴുവൻ ഉല്ലസിച്ചു, സന്തോഷിച്ചു എന്ന് പറഞ്ഞതുപോലെ സ്ഫുർണ സഭയെ നിങ്ങളിപ്പോ കഷ്ടതയിൽ. അടുത്ത വാക്കൊന്ന് വായിച്ചേ, അടുത്ത വാക്ക്. ഞാൻ 9-ാം വാക്യം. ഞാൻ നിന്റെ കഷ്ടതയും, വെളിപ്പാട് 2:9, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുവാണ്. ശരിക്കും നീ ആരാണ്? കർത്താവിന്റെ കണ്ണിൽ അവര് ധനവാന്മാരാണ്. ലോകത്തിന്റെ കണ്ണിൽ അവരാരാണ്? അവർ ദരിദ്രരാണ്, വലിയ കഷ്ടതയിലായിരിക്കുന്നവരാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നീ ധനവാനാകുന്നു താനും. എന്നിട്ട് അടുത്ത വാക്ക്, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ഒരു ദൈവവൈദ്യല കടന്നു വരുമ്പോ ഇവിടെ പറയുന്ന സാത്താന്റെ പള്ളിക്കാർ അല്ലേ? അപ്പൊ ലോകത്തിൽ 2 വിധം പള്ളികളുണ്ട്. ഒന്ന് ദൈവത്തിന്റെ പള്ളിയുണ്ട്, മറ്റൊന്ന് ഏതാണ്? സാത്താന്റെ പള്ളിയുണ്ട്. അപ്പൊ സാത്താന്റെ പള്ളിയിൽ എപ്പോഴും എന്തായിരിക്കും നടക്കുക? ഈ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുക. നമ്മൾ അങ്ങനെ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് പലതും ഉപേക്ഷിക്കേണ്ടി വന്നത്. സാത്താന്റെ വാക്ക് ഒന്നുകൂടെ ഉപയോഗിച്ച് നോക്കിക്കേ. തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല. പിന്നെ സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അപ്പൊ ഈ സാത്താന്റെ പള്ളിക്കാരെ തിരിച്ചറിയാനുള്ള കാര്യം എന്നാന്നറിയാമോ? സാത്താന്റെ പള്ളിക്കാർ എപ്പോഴും ദൈവമക്കളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ദുഷിച്ചുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ ഞാൻ എങ്ങനെ ഓർക്കുന്നത്, എന്തിനാ ശരിക്കും ഇവര് ദുഷിക്കുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടേ? അല്ലേ? ഞാൻ ഓർക്കുന്നത്, എൻ്റെ പിതാവ് വർഷങ്ങളായി മദ്യപാനിയായി തകർന്നു കിടന്നയാള് മദ്യപാനവും കഞ്ചാവും ഒക്കെ ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് വന്നപ്പോ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സമൂഹത്തിൽ എന്ത് നന്മയാണത്? കുടുംബത്തിന് എത്ര നന്മയാണത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ലേ? തിമോത്തി സഹോദരൻ ഇങ്ങനെ മദ്യപാനവും വലിയൊരു അവസ്ഥ താൻ പാടി അന്നേ മരിച്ചുപോയെങ്കിലെന്ന് ഈ അവസ്ഥയിൽ നിന്ന് വന്നപ്പോ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പക്ഷേ വേദവസ്തുവുമായിട്ട് കർത്താവിനെ സേവിക്കാൻ മുന്നോട്ട് വരുമ്പോ എന്ത് ചെയ്യുന്നു? ദുഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, പരിഹസിക്കുന്ന ആളുകൾ. അത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ കാര്യം വേദപുസ്തകം എഴുതി വച്ചിരിക്കുകയാണ്. നാം പരമാർത്ഥതയോടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ സാത്താന്റെ പള്ളിക്കാർ നമ്മെ എന്ത് ചെയ്യും? നമ്മെ ദുഷിക്കുമെന്ന കാര്യം ഓർക്കുക. ഇവിടെ അടുത്ത വാക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നീ സഹിപ്പാനുള്ളത് എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. അപ്പൊ പിന്നെയും ഇപ്പൊ തന്നെ എന്താണ്? കഷ്ടതയും ദാരിദ്ര്യവും. ഇനി പരിശുദ്ധാത്മാവ് പറയുന്ന ആലോചന എന്താണ്? ഇനിയും നീ എന്ത് ചെയ്യാൻ പോവുകയാണ്? കുറച്ചുകൂടെ സഹിക്കാൻ പോവുകയാണ്. നീ സഹിക്കാനുള്ളത് പേടിക്കണ്ട. പിന്നെ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. പിന്നെ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന എന്ന് പറയുന്നത്, മരണപര്യന്തം, മരണം വരെ നീ എന്ത് ചെയ്യണം? വിശ്വസ്തനായിരിക്കണം. എന്ത് കഷ്ടങ്ങൾ വന്നാലും, കേട്ടോ പുഷ്പസൗരി, എന്ത് കഷ്ടങ്ങൾ വന്നാലും, എന്ത് നഷ്ടങ്ങൾ വന്നാലും, എന്ത് വേദന വന്നാലും, മരണം വരെ, ഇനിയിപ്പോ മരിച്ചു പോകുമെന്നാണ് പറയുന്നത്, മരണം വരെ എന്തായിരിക്കണമെന്ന്? വിശ്വസ്തനായിരിക്കണം. അതാര് പറയുന്നു? കുര്യാച്ചൻ പാസ്റ്റർ പറയാണോ? ആരാ പറഞ്ഞേ? അല്ലേ? അടുത്ത വാക്ക് വായിച്ചേ. മരണം വരെ ഒന്ന് വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആരാ പറയുന്നേ? ഇത് ഞാനൊരു ഏറ്റുപദേശിയാണ്, അല്ലേ? ഞാൻ ഏറ്റുപദേശിയാണ്. ആത്മാവ് പറഞ്ഞ രേഖപ്പെടുത്തിയ കാര്യം വീണ്ടും എന്ത് ചെയ്യുന്നു? നിങ്ങളെ അത് അറിയിക്കുന്നു. എന്നോടും അത് പറയുന്നു. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. ജീവിതത്തിൽ എത്ര കഷ്ടങ്ങൾ വന്നാലും, എത്ര ദുഃഖങ്ങൾ ഉണ്ടായാലും, മരണപര്യന്തം, മരണം വരെ ദൈവാത്മാവ് നമ്മോട് പറയുന്നു വിശ്വസ്തനായിരിക്കണം. അങ്ങനെ വിശ്വസ്തനായിരുന്നാൽ ലഭിക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? കഷ്ടങ്ങളൊക്കെ സഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ കുറെ ഉയർച്ചകൾ കിട്ടുമെന്നല്ലേ പെട്ടെന്ന് ചിന്തിക്കുന്നേ. പക്ഷേ ലോകത്തിന്റെ കാര്യം, നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ തരാൻ ദൈവത്തിന് കഴിയും. പക്ഷേ അവസാനം വരെ വിശ്വസ്തനായിരുന്നാൽ ലഭിക്കാൻ പോകുന്നത് ജീവന്റെ കിരീടമാണ്. പ്രിയമുള്ളവരെ, മരണശേഷം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ലഭിക്കുന്ന അവാർഡ്, ജീവന്റെ കിരീടം, അത് ലഭിക്കണമെങ്കിൽ മരണം വരെ നമ്മൾ ആരായിരിക്കും? വാക്യവും 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും
വിതറാത്തേടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു ചെന്നു നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ. ഒരു കൂട്ടം ആളുകളെ വിളിച്ചു വിശ്വസ്തനായ ദാസനെ, മറ്റൊരു കൂട്ടം ആളുകളെ വിളിക്കുന്നു ദുഷ്ടനും മടിയനുമായ ദാസനെ. അപ്പൊ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന എന്താണ്? മരണം വരെ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ഇവിടെ കർത്താവ് ഈ ഭൂമിയിലൂടെ വെളിപ്പെടുത്തിയ കാര്യം നമുക്കറിയാം, നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ട്. കർത്താവ് താലന്തുകൾ ഏൽപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇങ്ങനെ ഓർക്കണേ, അവിടെ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചുവെന്ന ലൂക്കോസ് സുവിശേഷം 19 വായിക്കുന്നത് ഓരോരുത്തർക്ക് ഓരോ താലന്ത് കൊടുത്തുവെന്നാണ്. അത് തൻ്റെ സമ്പത്ത് അല്ലേ, തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ, ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു താലന്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ താലന്ത് ദൈവം നമ്മിൽ തന്നിരിക്കുന്ന കൃപാവരങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്ത് കൃപാവരങ്ങളാണ് നമുക്കുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. സഭയെ ശ്രദ്ധിക്കണേ, സഭയെ ഒരു ശരീരത്തോടെ ചേർത്ത് വെച്ചു. 1 കൊരിന്ത്യർ ലേഖനം 12:13-14 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അപ്പൊ ഈ ആത്മാവിനാൽ സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ആത്മാവിനാൽ സംഭവിക്കുന്ന വീണ്ടും ജനനം തന്നെയാണ്. ഒരു വ്യക്തി യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തു. അപ്പൊ സഭയാകുന്ന ശരീരത്തോട് നമ്മെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഈ ശരീരത്തിന്റെ ഒരു അവയവമായി ഞാനും നിങ്ങളും മാറി. അപ്പൊ എന്ന് ഈ ശരീരത്തിന്റെ അവയവമായി തീർന്നുവോ അന്ന് മുതൽ ഏത് അവയവമാണോ അതിനൊരു ഉത്തരവാദിത്വമുണ്ട്. അനി കൃപാവരം എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇപ്പോ ഈ ശരീരത്തിൽ കൈ എന്നുള്ളൊരു അവയവമായിട്ടാണ് എന്നെ ചേർത്തതെങ്കിൽ ഈ കൈക്ക് എന്തുണ്ട്? കൈക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്, ഒരു ശുശ്രൂഷയുണ്ട്, ഒരു ജോലിയുണ്ട് അല്ലേ? അപ്പൊ സഭയാകുന്ന ഈ ശരീരത്തിൽ പ്രിയമുള്ളവരെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ താലന്ത് കുഴിച്ചിട്ട ആളുകളാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത് എന്താണ്? ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ്. അതുകൊണ്ട് നമ്മിലുള്ള കൃപാവരം എന്താണ്? എന്തിനാണ് എന്നെ വിളിച്ചത്? പ്രിയമുള്ളവരെ, അത് തിരിച്ചറിയണമെങ്കിൽ റോമാലേഖനം ഇപ്പോൾ വായിക്കേണ്ട 12-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ തലോട്ട് വായിക്കുമ്പോൾ ഓരോരുത്തനും വരം ലഭിച്ചതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒക്കെ ലഭിച്ചവരാണ് നാം, ഒന്നുമില്ലാത്തവരായിട്ട് ആരുമില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ താലന്ത് എന്തിരിക്കുകയാണ്? കുഴിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മെ ഏൽപ്പിച്ച താലന്ത് വ്യാപാരം ചെയ്യണം, മറ്റുള്ളവർക്ക് നാം പ്രയോജനമായി തീരണം. അവസാനം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കാൻ ഇടയാകണം. അപ്പൊ വിശ്വസ്തരാകുക എന്ന കാര്യത്തിൽ നമ്മൾ കുറിച്ചു വെക്കേണ്ടത്, ഹൃദയത്തിൽ കുറിച്ചു വെക്കേണ്ടത്, ദൈവിക കാര്യങ്ങളിൽ നമ്മൾ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ദൈവിക കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമുക്ക് മറ്റൊരു ദൈവവചനം കൂടെ വിശ്വസ്തയോടുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 7-8 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 12-ന്റെ 7-8 വാക്യങ്ങൾ. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ എന്റെ ഗ്രഹത്തിലൊക്കെയും എന്താകുന്നു? വിശ്വസ്തനാകുന്നു. പിന്നെ അപ്പോ വിശ്വസ്തനാകേണ്ടത് മോശയെ കുറിച്ച് പറയുന്നു, ദൈവം പറയുന്നു എന്റെ ഗ്രഹത്തിൽ, അല്ലേ? പ്രിയ, എന്റെ ഗ്രഹത്തിൽ. ഇനി എബ്രായലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ എന്നെടുത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വസ്തരാകേണ്ട രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ടത് ദൈവഭവനത്തിൽ. ഇന്ന് ദൈവത്തിന്റെ ഭവനം ദൈവത്തിന്റെ സഭയാണ്.
ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവസഭയെ ഒരു ദേശത്ത് ദൈവം നട്ടത് നമ്മൾ കൂടി വന്ന് പ്രാർത്ഥിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല, അല്ലേ? ഈ സഭ ദേശത്തിന് അനുഗ്രഹമാകണം. ഈ സഭയിലേക്ക് ആളുകൾ കടന്നു വരണം. പ്രിയമുള്ളവരെ, അനേകം ആളുകൾ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവമക്കളായി തീരണം. അവർക്ക് ആത്മീയമായി വളരാനുള്ള സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ ഇരുട്ടിൽ കഴിയുന്ന ജനം വെളിച്ചം കാണുന്നത് പോലെ അനേകർക്ക് വെളിച്ചമായിട്ട് മാറണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ദൈവസഭ എപ്പോഴും ഒറ്റക്കെട്ടായിരിക്കണം. ഏക മനസ്സോടെ 1-ാം നൂറ്റാണ്ടിൽ സഭ കൂടി വന്നതുപോലെ ദൈവസഭ എപ്പോഴും ഏക മനസ്സോടെ കൂടി വരുമ്പോൾ നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. കടന്നു വരുന്നവർക്ക് അനുഭവിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ ഇടയായിത്തീരുന്നു. സഭയോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വിശ്വസ്തതയുണ്ട്. ഞാൻ ഓർക്കുന്നത്, ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഓർക്കാനായിട്ട് കഴിഞ്ഞത്, പ്രിയമുള്ളവരെ, ഈ യഥാർത്ഥമായി രക്ഷയിലേക്ക് വന്ന ഒരു ദൈവ പൈതലിനും അടങ്ങിയിരിക്കാനായിട്ട് കഴിയില്ല, അല്ലേ? നമ്മൾ സഭയുടെ ഒരു ഭാഗമാണ്. നമുക്ക് എങ്ങനെ നിർജീവരായി പോകാൻ പറ്റുന്നേ? ഓർത്ത് നോക്കിക്കുകയും. അപ്പോൾ പല കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഇന്നിത് പറയുമ്പോൾ യാദൃശ്യമായിട്ട് ചിലരൊന്ന് വൈകി വന്നു. ഞാൻ ഉദാഹരണം പറയുന്നതോട് നിങ്ങൾ വേറെ ഒന്ന് തോന്നല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഭയുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, നമ്മൾ 10 മണിക്ക് കൂട്ടായ്മ തുടങ്ങുമ്പോൾ സഭയുടെ ഭാഗം, നമ്മുടെ ഉത്സാഹം നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളെ സമയത്ത് എത്തുകയാണ്. സഭയുടെ ഏതെങ്കിലും, ഞാൻ പാലയിലായിരുന്ന സമയത്ത്, ആ സമയത്ത് ഒരു സഹോദരൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് മുന്നോട്ട് വന്ന് ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നത്, പ്രിയമുള്ളവർ, ശനിയാഴ്ച വൈകുന്നേരം ചർച്ചിൽ വന്നിട്ട് താൻ ചുറ്റുമൊക്കെ നടന്ന് നോക്കും, എല്ലാം നടന്ന് നോക്കും. ഏതെങ്കിലും ബൾബ് ഫീസായിട്ടുണ്ടോ? പല ചർച്ചിൽ കുറേ അധികം ആളുകൾ കൂടുന്നുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് പോരാഴിക? അത് ആരോടും ചോദിക്കില്ല. സെക്രട്ടറി ട്രസ്റ്റ് ഒന്നും അറിയില്ല. ഒരു ബൾബ് ഫീസായിട്ടുണ്ടെങ്കിൽ, ഒരു ടാപ്പ് കേടായിട്ടുണ്ടെങ്കിൽ ടാപ്പൊക്കെ പോയിട്ട് തുറന്നു നോക്കും. ടാപ്പൊക്കെ ശരി തന്നെയാണോ? പിറ്റേ ദിവസം എല്ലാവർക്കും കഞ്ഞിയൊക്കെ ഉണ്ട്. അപ്പോൾ ടാപ്പൊക്കെ തുറന്നു നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് കാരണം അദ്ദേഹത്തിന് തൻ്റെ ഒരു കുടുംബമാണ് സഭ, അല്ലേ? സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ കുടുംബമാണ്, അല്ലേ? നമ്മുടെ കുടുംബത്തിൽ ആരാ കാര്യങ്ങൾ നോക്കുന്നേ? നമ്മുടെ കുടുംബത്തിൽ ആരാ കാര്യം നോക്കുന്നേ? നാട്ടുകാർ വന്നാണോ? അല്ല, നമ്മൾ അന്വേഷിക്കുകയാണ്. എന്താണ് കുടുംബത്തിൽ പോരാടുകയുള്ളത്? എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ? ഇവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാനിവിടെ എന്താ ക്രമീകരിക്കേണ്ടത്? പ്രിയമുള്ളവരെ, അതൊരു കുടുംബത്തിന്റെ അംഗമാകുമ്പോൾ സംഭവിക്കുന്നതാണ്. ദൈവസഭ ഒരു കുടുംബമാണെങ്കിൽ, ആ കുടുംബത്തിന്റെ ഭാഗമാണ് ഞാനെങ്കിൽ, ഷൈസോർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, കുടുംബം നോക്കണ്ടേ? കാര്യം നാട്ടിൽ നിൽക്കാനാ ആഗ്രഹം, മലപ്പുറത്ത് പണിക്ക് പോയിക്കുക. ആഗ്രഹം എവിടെ നിൽക്കാനാ? നാട്ടിൽ നിൽക്കാനാ. പക്ഷെ കുടുംബത്തെ എന്ത് ചെയ്യണം? പോറ്റണ്ടേ? അവർ കുടുംബം ഉള്ളത് കൊണ്ട് കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യുക, അല്ലേ? കഷ്ടപ്പെടുകയാണ്. കുടുംബം ഉള്ളത് കൊണ്ട്. അപ്പൊ ദൈവസഭ ഒരു കുടുംബമാണെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ആശയം മനസ്സിലായോ? അതിൽ നമ്മൾ വിശ്വസ്തരാകണം, അല്ലേ? ഇനി നമ്മൾ ആ വായിച്ച 12:7 ഒന്നോടെ വായിച്ച്, അവിടെ സംഭവിക്കുന്ന ആ ദൈവഭവനത്തിൽ വിശ്വസ്തരായാൽ സംഭവിക്കുന്ന കാര്യം കൂടെ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. വിശ്വസ്തനാകുന്നു. എന്റെ ഗ്രഹത്തിൽ അടുത്ത വാക്ക്, അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപ്പൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അല്ലേ? അങ്ങനെ ഒരു വിശ്വസ്തരായ ആളുകളാണ് നാം എങ്കിൽ ദൈവം നമ്മോട് എന്ത് ചെയ്യുന്നു? ദൈവം അഭിമുഖമായി നേരിട്ട് നമ്മോട് സംസാരിക്കുന്നു. ദൈവമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധത്തെ കാണിക്കുകയാണ്. മറപൊരുളായിട്ടല്ല, മറ്റുള്ളവരിലൂടെ ഒക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഏൽപ്പിക്കുകയല്ല. ഞാൻ നേരിട്ട് സംസാരിക്കുമെന്ന്. അപ്പോൾ നേരിട്ട് സംസാരിക്കുവാൻ്റെ അർത്ഥം എന്താ? ബന്ധമല്ലേ കാണിക്കുന്നേ? ബന്ധമല്ലേ? പ്രിയമുള്ളവരെ, നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റു പലരെ കൊണ്ട് അറിയിക്കും. പക്ഷെ ദൈവം പറയുകയാണ്, മോശയോട് ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ അവനോട് നേരിട്ട് എന്ത് ചെയ്യുമെന്ന്? നേരിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ, അല്ലേ? ദൈവം നമ്മോട് നേരിട്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ദൈവം നമ്മോടൊന്ന് നേരിട്ട് സംസാരിക്കും. ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ഒരു ആഗ്രഹം. പ്രിയമുള്ളവരെ, ദൈവഭവനത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. മറ്റ് 2-3 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം കൂടെ ഞാൻ ഒന്ന് ഓർപ്പിച്ചിട്ട് നമുക്കൊന്ന് നിർത്താം. ബാക്കി ദൈവം അനുവദിച്ച് നമുക്ക് അടുത്ത കൂട്ടായ്മയിൽ ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 16-ാം അധ്യായം ഞാനൊരു ഹോംവർക്ക് പോലെ പറയുകയാണ്. നിങ്ങൾ ഈ ആഴ്ചയിൽ അത് പലവട്ടം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒന്നും കൂടെ വായിക്കണം.
ഒന്നുകൂടെ വായിക്കണം. 16-ാം അധ്യായത്തിൽ ഇവിടെ വിശ്വസ്തതയുടെ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 9-ാം വാക്യം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. അധികത്തിലും വിശ്വസ്തൻ. അപ്പൊ അത്യല്പത്തിൽ എന്തായിരിക്കണം? വിശ്വസ്തരാകണം അല്ലെ? അല്പത്തിൽ വിശ്വസ്തരാകുക. അല്പത്തിൽ, ആ വാക്ക് ഓർക്കണം. എന്തിലാ വിശ്വസ്തരാകേണ്ടത്? നമുക്ക് തന്നത് എത്രയുള്ളൂ അതിനൊക്കെ ഞാൻ പറഞ്ഞാൽ അത് ദൈവാലോചനയാകത്തില്ല. ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം എന്താണ്? അവിടെ പോയാൽ കുറെ കൂടെയൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടും. ശരിക്കും അങ്ങോട്ട് നയിച്ച ഘടകം എന്താണ്? പണമാണ് നയിച്ചത്. അല്ല, അതാ ഈ പണത്തെ സേവിക്കുക, പണം പറയുന്നിടത്തേക്ക് പോകുക അല്ലേ? സഹോദരങ്ങൾ, നമ്മൾ ഓർക്കണം, ഈ പണത്തെ നമ്മൾ സേവിക്കുന്നൊരവസ്ഥ വരും. പണം പറയുന്നത് നമ്മൾ കേൾക്കും, പണത്തിന്റെ പിറകെ നമ്മൾ എന്ത് ചെയ്യും? പോകും. പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നമുക്ക് പണം ആവശ്യമാണ്. ഒരിക്കലും ഒരു ചിന്തകൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിലുണ്ട്. പണവും നമ്മളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വെള്ളവും വള്ളവും പോലെയാണെന്ന്. എന്ത് പറഞ്ഞാൽ, വള്ളം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം അല്ലേ? വെള്ളത്തിലാണ് വള്ളം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ വള്ളത്തിൽ മുഴുവൻ വെള്ളം കയറിയാലോ ഷൈജംപുരം എന്താ സംഭവിക്കുക? മുങ്ങിപ്പോവും അല്ലേ? വെള്ളമില്ലാതെ വള്ളം മുന്നോട്ട് പോവില്ല അല്ലേ? നമുക്ക് ഈ ഭൂമി ജീവിക്കണമെങ്കിൽ എന്തോ വേണം? പണം വേണം. പണമില്ലാതെ പറ്റി ജോലി ചെയ്യണം അല്ലേ? ഓരോർക്ക് ലഭിച്ചതുപോലെയൊക്കെ പണികളൊക്കെ എടുക്കണം, ജോലി ചെയ്യണം. പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഈ വള്ളത്തിൽ വെള്ളം കയറുന്നത് പോലെ പണം നമ്മൾ എന്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മീക ജീവിതത്തെ തടയുന്ന മേഖല ഏതാണോ അവിടെ എത്ര പണം കിട്ടിയാലും നമ്മൾ നോ പറയണം. കാരണം ഈ പണം വള്ളത്തിൽ കയറി, വെള്ളം വള്ളത്തിൽ കയറിയാൽ ഈ വള്ളം എന്ത് ചെയ്യും? വള്ളം മുങ്ങിപ്പോകും. വള്ളം മുങ്ങിപ്പോയിട്ട് എന്ത് പണം കിട്ടിയിട്ട് എന്താ കാര്യം? എന്ത് നേട്ടം? ആത്മീക ജീവിതം തകർന്നു പോയിട്ട് എന്ത് നേട്ടമുണ്ടായിട്ട് എന്താ പ്രയോജനം? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാനായിട്ട് കഴിയുകയില്ല. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ സേവിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആരെ സേവിക്കും അല്ലേ? അപ്പൊ കഴിയില്ലെന്ന് പറഞ്ഞാലും ഇന്ന് ലോകത്തിൽ കാണുന്നത് കഴിയുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ? ഇത് രണ്ടിനെയും എന്ത് ചെയ്യുന്നു അല്ലേ? അത് നമുക്ക് വിശദമാക്കാം. ഇനി ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾ താഴോട്ട് പിന്നെ വായിച്ചു വരുമ്പോൾ ഇതൊക്കെ ദ്രവ്യാഗ്രഹികളായ പരീക്ഷന്മാര് കേട്ടിട്ട് അവനെ എന്ത് ചെയ്തു? പരിഹസിച്ചു. അവരോട് അപ്പോ കർത്താവ് പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ എന്താണ്? അറപ്പത്രേ. ഇതിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ കാര്യവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യം 18-ാം വാക്യത്തിൽ പറയുകയാണ്. 18-ാം വാക്യം എന്താണത്? ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ധനവാനായ ഒരു മനുഷ്യൻ, പിന്നെ പറയുന്നത് ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു വേറൊരു കാര്യമാണ്. അപ്പൊ ഈ 16-ാം അധ്യായത്തിൽ 17 പേരെ പറയുന്ന കാര്യങ്ങൾ ഈ 18-ാമത്തെ വാക്യമായിട്ട് ഒരു ബന്ധവും. ഇത് എന്തിനാ കർത്താവ് ഇത് ഇവിടെ കയറ്റി വെച്ചത് അല്ലേ? എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണ്ടേ? മുകളിൽ പറയുന്ന പണത്തെ സേവിക്കണം, അല്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ അതുമായിട്ടൊരു അതാണ് ഇന്ന് രാവിലെ എന്നെ കുഴച്ച ഒരു കാര്യം. അപ്പൊ ഞാൻ അന്നേരം പെട്ടെന്ന് നമ്മുടെ ഈ ഗുരുവാക്യം ഓർത്തത്, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? എല്ലാം ഉപദേശിച്ചു തരുന്നു. അപ്പോഴാണ് കണ്ണു തുറന്നപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. ഭാര്യയെ ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? അവിടെ വായിച്ചത് അങ്ങനെയല്ലേ? ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ. അപ്പൊ ഭാര്യ ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? എന്തോ ഒരു വാക്യം വായിക്കുക, അപ്പൊ ക്ലിയർ ആവും. ഏതാണെന്നറിയോ? മാലാഹി 2:13-14 വായിച്ച്. മാലാഹി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. അല്ല, 13-ാം വാക്യം മുതൽ വായിച്ചേ. 13-ാം വാക്യം മുതൽ. രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. പിന്നെ
എന്നാൽ നിങ്ങൾ അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഒരു കൂട്ടം ആളുകൾ ദൈവസന്നിധിയിൽ വന്ന് കരയുകയാണ്, കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നില്ല? കണ്ണുനീര് കാണുന്നില്ല, പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പൊ അവർ ചോദിക്കുന്നു, ദൈവമേ ഇത് എന്താ ഇത്? ഞങ്ങൾ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എന്താ ഉത്തരം തരാത്തെ? അപ്പൊ ദൈവം മറുപടി പറഞ്ഞു. എന്താ ദൈവം പറഞ്ഞത്? എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ. എന്താ പ്രാർത്ഥന കേൾക്കാത്തെ? നീയും നിന്റെ യൗവനത്തിലെ ഭാര്യയും ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു, അല്ലെ? ഭാര്യയോട്. അപ്പൊ സഹോദരിമാര് സന്തോഷിക്കുക, കാരണം ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടില്ലോ, തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഭർത്താവിനോട് ഭാര്യ എന്ത് ചെയ്തു? അവിശ്വസ്തത കാണിച്ചു. താഴോട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത ഉടമ്പടിക്ക് ദൈവം സാക്ഷിയാണ്, അല്ലെ? ഭാര്യ ഭർത്താവും ഒരു ഉടമ്പടിയിലൂടെയാണ് ഭാര്യ ഭർത്താക്കന്മാരായി തീരുന്നത്. ആ ഉടമ്പടി ലംഘിച്ചപ്പോ, പ്രിയമുള്ളവരെ, നീ അവിശ്വസ്തത കാണിച്ചപ്പോൾ ദൈവം നിന്റെ പ്രാർത്ഥന പിന്നെ കേൾക്കുന്നില്ല എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വാക്യം ഇവിടെ കൊണ്ടുവന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? മുകളിൽ വിശ്വസ്തതയുടെ കാര്യമാണ് പറഞ്ഞത്. അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിൽ വിചാരകനാകും. ഇവിടെ കുടുംബ ജീവിതത്തിൽ വിശ്വസ്തനാകണം. അതിനായി ഈ വാക്യം. കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ആരായിരിക്കണം? വിശ്വസ്തരാകണം. കർത്താവ് പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവനെല്ലാം എന്താണ്? വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അങ്ങനെ കുടുംബ തകർച്ച വരാതിരിക്കാൻ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. അവിടെ മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ച ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? യൗവനത്തിലെ ഭാര്യയോട് വിശ്വസ്തത കാണിക്കണമെന്ന്, അല്ലേ? എപ്പോഴത്തെ ഭാര്യയോടാണ്? അപ്പൊ ഇത് പറയുന്ന സമയം എപ്പോഴായിരിക്കും? യൗവനത്തിലായിരിക്കുമോ? യൗവനത്തിലാണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോ ലിനില് ഇപ്പൊ കല്യാണം കഴിച്ച് 1 വർഷം ആകുന്നേ ഉള്ളൂ. നിന്റെ യൗവനത്തിലെ ഭാര്യയോട് വിവാഹം വിശ്വസ്തനാണോ എന്ന് പറയണോ? കാരണം നീ ഇപ്പൊ യൗവനം തന്നെയാണ്, അല്ലേ? അപ്പൊ യൗവനത്തിലെ ഭാര്യയോട് വിശ്വസ്തത കാണിക്കാൻ പറഞ്ഞപ്പോ ഇത് കേട്ടവരുടെയൊക്കെ പ്രായം എന്തായിരിക്കും? എന്ത് പ്രായം കാണാൻ സാധ്യതയുണ്ട്? ഒരു 70-80 വരാൻ സാധ്യതയുണ്ട്, ഇല്ലേ? 60 ഒരു നല്ല പ്രായമൊക്കെ ആകാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോ യൗവനത്തിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കും നമ്മൾ. കാരണം എന്താണ്? അങ്ങനെയാണ്, അല്ലേ? പിന്നെ അവിശ്വസ്തരാകുന്നത് എപ്പോഴായിരിക്കും ഷാജി ബ്രദറെ? ഈ അവിശ്വസ്തത കാണിക്കാൻ സാധ്യത വരുന്നത് എപ്പോഴാണ്? ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു. നല്ല ഒരു അപ്പച്ചൻ, ഒരു ദൈവദാസനും കൂടെയാണ്, എനിക്ക് നല്ല അടുത്ത് പരിചയമുണ്ട്. പക്ഷേ ഭാര്യ രോഗിയായി കിടപ്പിലായി. അപ്പോൾ കിടപ്പിലായി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതിനാണെന്നറിയാമോ? അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ പ്രായമായി കഴിയുമ്പോൾ പിന്നെ നടുവേദന, കാലുവേദന, പിന്നെ രാത്രി ഉറക്കമില്ല, കിടന്ന് തിരിയുന്നു മറിയുന്നു, എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പച്ചന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി ഉറക്കം ശരിയാകുന്നില്ല. അപ്പോൾ ആളെന്ത് ചെയ്തെന്നറിയാവോ? ആൾ അടുത്ത മോൻ്റെ വീട്ടിലേക്ക് സ്ഥലം വിട്ടു. നല്ല വിശ്വസ്തതയല്ലേ കാണിച്ച്? കാരണം എനിക്ക് അത് എന്റെ യൗവനത്തിൽ തന്നോടൊപ്പം നിന്ന് അധ്വാനിച്ച് കഷ്ടങ്ങളിൽ വേദനകളിൽ പ്രിയമുള്ളവരെ കുടുംബം പണിയുന്നതിൽ സഭ പണിയുന്നതിൽ എല്ലാം ഒപ്പം നിന്ന പങ്കാളി ഇപ്പോൾ ഒരു ബലഹീനയായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടെ വിശ്വസ്തനാകാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവം വിശ്വസ്തനായിരുന്നു കേട്ടോ. എന്നാന്നറിയാമോ? അപ്പച്ചനെ ഈ വീട് വിട്ട് അടുത്ത വീട്ടിൽ ചെന്ന് അവിടെ താമസിച്ചു. അധികം വൈകുന്നതിന് മുമ്പ് അമ്മച്ചീനെ കർത്താവ് കൊണ്ടുപോയി. കർത്താവ് പറയും, നീ ഇവിടെ കിടന്ന് ചെയ്യണ്ട, കൂടുതൽ കഷ്ടപ്പെടുവൊന്നും വേണ്ട. അപ്പൊ ഇപ്പൊ ഒരു വിഷയം, അപ്പച്ചനെ വീണ്ടും തിരിച്ചു ഇങ്ങോട്ട് എന്ത് ചെയ്യണം? വരണം. അപ്പൊ ആ മോൻ പറഞ്ഞു, വേണ്ട, അപ്പച്ചൻ പോയോർത്ത് നിന്നാ മതി, പോയ സ്ഥലത്ത് തന്നെ നിന്നേച്ചാ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, വാർദ്ധക്യത്തിൽ വരുമ്പോ നമ്മൾ അറിയാതെ അവിശ്വസ്തരാകും, അല്ലേ? ഭാര്യ ഉദ്ദേശിക്കുന്ന പോലെ ഭർത്താവ് ഉദ്ദേശിക്കുന്നത് പോലെ ലോക മനുഷ്യരെങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ദൈവമക്കൾ ഈ കാര്യം ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഈ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ഇടയിൽ ഈ ഒരു വാക്യം കൊണ്ടുവച്ചത് എന്തിനു വേണ്ടിയാണ്? നാം കുടുംബ ജീവിതത്തിൽ വിശ്വസ്തരാകണം, കഷ്ടതയിൽ വിശ്വസ്തരാകണം, കഷ്ടതയുടെ അനുഭവങ്ങളിൽ വിശ്വസ്തരാകണം, ദൈവിക അനുഭവം, ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരാകണം, ദൈവഭവനത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരാകണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ച പണത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരാകണം. കുടുംബ ജീവിതത്തിൽ നമ്മൾ ആരായിരിക്കണം?
വിശ്വസ്തരായിരിക്കണം. ക്ഷമിക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്നത്, അന്യോന്യം ശുശ്രൂഷിക്കാനും ഒക്കെ കഴിയുന്നത്. പ്രിയമുള്ളവരെ, യവനത്തിൽ ഭാര്യ കഷ്ടപ്പെട്ടത്, ഭർത്താവ് കഷ്ടപ്പെട്ടത്, കുടുംബത്തിന് വേണ്ടിയുള്ളതൊക്കെ നമ്മൾ ഓർക്കണം. വാർദ്ധക്യം വരുമ്പോൾ ചിലപ്പോൾ മക്കളൊന്നും അടുത്തില്ലായിരിക്കാം, പക്ഷെ അന്യോന്യം വിശ്വസ്തരാകാൻ തിരുവെടുത്തു പറയുന്നു. അങ്ങനെയായാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാത്തിനും ദൈവം നീക്കുപോക്ക് നൽകും. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ, കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത കൂട്ടായ്മയിൽ നമുക്കത് കുറച്ചുകൂടെ വിശദീകരിക്കാനും വിശദമായിട്ടൊക്കെ ഓർക്കാനും കർത്താവ് കൃപ തരട്ടെ. താങ്ക് യു ലോർഡ്. ഓൺലൈനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, കഴിഞ്ഞ നാളുകളിൽ കുടുംബജീവിതത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, പണത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ പ്രിയമുള്ളവരെ ആരെങ്കിലും അവിശ്വസ്തരായി പോയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ആ കുറവ് ഏറ്റുപറയണം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്? മരണം വരെ വിശ്വസ്തനായിരിക്കുക.